Hi students, welcome to Maths class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് രണ്ടോ മൂന്നോ നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻ ആയിരുന്നു. എന്നാൽ ഇവിടെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ ഒരുമിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ്. ഫോർ എക്സാമ്പിൾ 1 to 100 വരെയുള്ള സംഖ്യകൾ ആഡ് ചെയ്താൽ അതിൻ്റെ സം എത്രയായിരിക്കും? അതുപോലെ 100, 120, 130, 140 ഇങ്ങനെ തുടർന്നു പോകുന്ന നമ്പേഴ്സിൽ 300 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാകും? ഒരു നമ്പർ നൽകിയാൽ ആ നമ്പർ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഉൾപ്പെടുന്നതാണോ? അതുപോലെ 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നൽകിയാൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നിർമ്മിക്കാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമുക്ക് നമ്പർ പാറ്റേൺസ് എന്താണെന്ന് പറയാം. ഇവിടെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് കാണാം. ഇതിനെ നമുക്ക് ഒന്ന് ഓർഡർ ചെയ്ത് എഴുതാം. ഇവിടെ അസെൻഡിങ് ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. 1, 2, 3, 4, 5, 6 എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ നാച്ചുറൽ നമ്പറാണെന്ന് നമുക്ക് പറയാൻ കഴിയും. നെക്സ്റ്റ് 2 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിനെയും അറേഞ്ച് ചെയ്ത് എഴുതാം. ഇതും അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് ഓഡ് നമ്പറാണ്, ഇത് ഈവൻ നമ്പറാണ്. ആദ്യത്തെ സെറ്റ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ ഇത് നാച്ചുറൽ നമ്പറാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെക്കൻഡ് സെറ്റ് ഓഡ് നമ്പറാണ്. തേർഡ് സെറ്റ് ഈവൻ നമ്പറിൻ്റെ സെറ്റാണ്. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ഏതെങ്കിലും ഒരു റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ അതിനെ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ് എന്ന് പറയാം. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ഏതെങ്കിലും പെർട്ടിക്കുലർ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ എഴുതുകയാണെങ്കിൽ അതിനെ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നു. നമ്പർ സീക്വൻസിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ 5 സ്ക്വയേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സൈഡും 1, 2, 3, 4, 5 എന്നുള്ള രീതിയിൽ മാറിയിരിക്കുന്നു. അപ്പോൾ സ്ക്വയേഴ്സിൻ്റെ സൈഡ് നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് എഴുതാം. 1, 2, 3, 4, 5 സോ ഓൺ. ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീരീസ് ആണെന്നും കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ പെരിമീറ്റർ കാണാൻ സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 സൈഡാണ് പെരിമീറ്റർ. അത് 4 ഇൻറ്റു സൈഡ്. 1 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 4, 2 into 4 is equal to 8, 3 into 4 is equal to 12, 16, 20. ഈ സീക്വൻസ് നോക്കിയാൽ മനസ്സിലാകും ഇത് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഏരിയ സീക്വൻസ് ആയിട്ട് എഴുതി നോക്കാം. ഏരിയ സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ. 1 into 1, 1, 2 into 2, 4, 3 into 3, 9, 4 into 4, 16, 5 into 5, 25. ഇത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെന്ന് കാണാം. ഇപ്പോൾ ഈ സ്ക്വയേഴ്സ് ഉപയോഗിച്ച് 3 സീക്വൻസുകൾ എഴുതിയിട്ടുണ്ട്. ഇനി സ്ക്വയേഴ്സിൻ്റെ വാല്യൂ അല്പം ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഇതേ രീതിയിലാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിലും നമുക്ക് സൈഡ്സിൻ്റെ സീക്വൻസ് എഴുതാം. ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള വാല്യൂ 1, 1.5, 2, 2.5 എന്നുള്ള രീതിയിൽ ഒരു സീക്വൻസ് എഴുതി പെരിമീറ്റർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ ഇതേ രീതിയിൽ ലഭിക്കും. 4, 6, 8, 10, 12 എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് ഇതിൽ ഏരിയയുടെ സീക്വൻസ് എഴുതാം. ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഓരോ സൈഡിൻ്റെയും സ്ക്വയറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡയഗണൽസിൻ്റെ ഒരു സീക്വൻസ് എഴുതി നോക്കാം. ഡയഗണൽ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് എ ആണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് ഡയഗണൽ. അപ്പോൾ ഈസ് ഈക്വൽ ടു റൂട്ട് 2a സ്ക്വയർ ഈസ് ഈക്വൽ ടു എ റൂട്ട് 2 എന്ന് ലഭിക്കും. സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എ റൂട്ട് 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 റൂട്ട് 2 ഈസ് ഈക്വൽ ടു റൂട്ട് 2. ഇവിടെ 1.5 റൂട്ട് 2. 1.5നെ ഫ്രാക്ഷനാക്കി എഴുതിയതാണ്. 3/2 റൂട്ട് 2, 2 റൂട്ട് 2, 5/2 റൂട്ട് 2, 3 റൂട്ട് 2 എന്നുള്ള രീതിയിൽ ഒരു സീക്വൻസ് ലഭിച്ചിട്ടുണ്ട്. എ സെറ്റ് ഓഫ് നമ്പർ റിട്ടൺ ലൈക്ക് ദിസ് as the first, second, third and so on according to a particular rule is called a number sequence. ഒരു പെർട്ടിക്കുലർ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിൽ എഴുതുന്ന സീക്വൻസുകളാണ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്.
നമ്പർ സീക്വൻസിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു സ്ക്വയർ നൽകിയിട്ടുണ്ട്. സ്ക്വയറിൻ്റെ വൺ സൈഡ് 1 മീറ്ററാണ്. ഈ സ്ക്വയറിൻ്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ സൈഡിൻ്റെ സ്ക്വയർ 1 ആണ്. ജോയിൻ ദ മിഡ് പോയിൻ്റ് ഓഫ് ദ സൈഡ് വി ഗെറ്റ് അനദർ സ്ക്വയർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് സ്മോളർ സ്ക്വയർ? ഈ സ്ക്വയറിൻ്റെ മിഡ് പോയിൻ്റ് യൂസ് ചെയ്ത് മറ്റൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ സൈഡ് ഇൻറ്റു സൈഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സൈഡ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡയഗണൽ. ഡയഗണലിൻ്റെ സ്ക്വയറിൻ്റെ പകുതിയാണ് ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ കാണാം. ഡയഗണൽ 1 മീറ്ററാണ്. 1 ഇൻറ്റു 1/2 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹാഫ് എന്ന് ലഭിക്കും, 1/2 എന്ന് ലഭിക്കും. ഇനി ഈ സ്ക്വയറിൻ്റെ മിഡ് പോയിൻ്റ് ഉപയോഗിച്ച് മറ്റൊരു സ്ക്വയർ നിർമ്മിക്കുന്നു. ഇതിൻ്റെ ഏരിയ രണ്ടാമത്തെ സ്ക്വയറിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ നമുക്ക് 1/4 എന്ന് ലഭിക്കും. ഇനി വീണ്ടും സ്ക്വയർ നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും, 1/8. വീണ്ടും ഒരു സ്ക്വയർ നിർമ്മിക്കുകയാണെങ്കിൽ ഈ വാല്യൂയുടെ ഹാഫ് ആയിരിക്കും, 1/16. അപ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു നമ്പർ സീക്വൻസ് ലഭിച്ചു. ഇനി ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു സീക്വൻസ് നിർമ്മിച്ചു നോക്കാം. വി ഗെറ്റ് എ സീക്വൻസ് ഫ്രം ഫിസിക്സ് ആൾസോ. ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് ഇൻക്രീസ് എവറി ഇൻസ്റ്റൻറ്റ്. ഇഫ് ദ സ്പീഡ് അറ്റ് t second is taken as v meter per second, the time speed equation is equal to v is equal to 9.8 t. Distance s is equal to 4.9 t square. ഇവിടെ ടിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് സ്പീഡും അതിൻ്റെ ഡിസ്റ്റൻസും ചേഞ്ച് ചെയ്യും. ഇവിടെ നമുക്ക് 3 സീക്വൻസ് എഴുതി നോക്കാം. ടൈം 1, 2, 3, 4. ടൈം ഓരോ സെക്കൻഡ് കൂടി വരുന്നു. അത് ഒരു സീക്വൻസ് ആയിട്ട് എഴുതി. നെക്സ്റ്റ് സ്പീഡ് നൽകിയിട്ടുള്ളത് 9.8 t എന്നതാണ്. ഇവിടെ ടി മാറുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുന്നു. 9.8 ഇൻറ്റു 1, 9.8 ഇൻറ്റു 2, 9.8 ഇൻറ്റു 3, 9.8 ഇൻറ്റു 4 എന്നതാണ് ഇവിടെ വാല്യൂ ലഭിച്ചിരിക്കുന്നത്. 39.2 എന്നത് 9.8 ഇൻറ്റു 4 ആണ്. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് ഓരോ സെക്കൻഡിലും ചേഞ്ച് ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. 4.9 ഇൻറ്റു ടി സ്ക്വയർ, 4.9 ഇൻറ്റു 1 സ്ക്വയർ, 4.9 ഇൻറ്റു 2 സ്ക്വയർ, 4.9 ഇൻറ്റു 3 സ്ക്വയർ, 4.9 ഇൻറ്റു 4 സ്ക്വയർ. നമ്പർ സീക്വൻസിൽ മറ്റൊരു എക്സാമ്പിൾ കാണാം. ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ സൈസുള്ള അയൺ ബാറിൻ്റെ വെയ്റ്റ് 7.8 ഗ്രാം എന്ന് നൽകിയിട്ടുണ്ട്. ഇതിൽ സൈഡ് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അയൺ ബാറിൻ്റെ വെയ്റ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇപ്പോൾ വോള്യം നോക്കാം. വോള്യം എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. അതായത് സൈഡ് എ ആണെങ്കിൽ എ ക്യൂബ് ആണ് അതിൻ്റെ വോള്യം എന്നത്. അപ്പോൾ സൈഡ് 1 ആണെങ്കിൽ വോള്യം 1 തന്നെയാണ്, 1 ഇൻറ്റു 1. സൈഡ് 2 ആണെങ്കിൽ 2 ഇൻറ്റു 2, അതായത് 2 ക്യൂബ് ഈസ് ഈക്വൽ ടു 8. സൈഡ് 3 ആണെങ്കിൽ 27, 3 ക്യൂബാണ് 27. ഇപ്പോൾ വോള്യത്തിൻ്റെ ഒരു സീക്വൻസ് ലഭിച്ചു. ഇനി വെയ്റ്റിൻ്റെ സീക്വൻസ് എഴുതാം. വെയ്റ്റ് 1 ഇൻറ്റു എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ഉണ്ടോ അതേ ഗുണിക്കണം 7.8 ഗ്രാം ആണ്. 1 ഇൻറ്റു 7.8 ഗ്രാം, 8 ഇൻറ്റു 7.8 ഗ്രാം, 27 ഇൻറ്റു 7.8 ഗ്രാം. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമ്പർ സീക്വൻസ് എഴുതാൻ കഴിയും. ഇവിടെ മറ്റൊരു ഉദാഹരണം കാണാം. പ്രൈം നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1, 2, 3, നെക്സ്റ്റ് 5, നെക്സ്റ്റ് 7. ഇവിടെ 21/37 എന്നതിൻ്റെ ഡെസിമൽ വാല്യൂസിലെ ഡിജിറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ 5, 6, 7, 5, 6, 7 എന്നുള്ളത് ആവർത്തിച്ച് വന്നിരിക്കുന്നു. മറ്റൊരു സീക്വൻസ് പൈയുടെ വാല്യൂ ഇവിടെ എഴുതിയിരിക്കുന്നു. 3.14 അങ്ങനെ തുടർന്നു പോകും. അത് 3, 1, 4, 1 എന്നുള്ള രീതി എഴുതിയിരിക്കുന്നു.
നെക്സ്റ്റ് സീക്വൻസ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് 1. 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസാണിത്. ഇത് മറ്റൊരു രീതിയിലും നമുക്ക് പറയാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന ഒരു സീക്വൻസ് ആണ് എന്നും നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു, നമ്പർ സീക്വൻസ് എന്താണെന്ന് പഠിച്ചു. ഒരു പെർട്ടിക്കുലർ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ എഴുതുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം.